അങ്ങനെ എന്റെ മുത്തുമണിയില്ലേ പഠിക്കാനിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യുന്ന? പഠിക്കല്ലേ? ഇതോ സോഷ്യൽ എക്സാം എന്നാ വരുന്നത്? ആ റൈറ്റ് യുവർ സെൽഫ്. എന്തേ? പിന്നെ അപ്പൊ സോഷ്യല് പഠിക്കണ്ടേ? ഒന്നുമില്ല. ഇതെന്താ ചെയ്യുന്ന? ഇത് IT അല്ലേ? മാത്സ്. ഞാനിതൊന്നും പഠിച്ചിട്ടില്ല മുത്തേ. നമ്മളൊക്കെ പാവപ്പെട്ടവര്, നിങ്ങളെ മൈരറ്റാണോ? നമ്മള് പാവപ്പെട്ടവര്, നമ്മക്ക് ഇങ്ങനത്തെ ബുക്കൊന്നും ഇല്ലേനു. നമ്മളെ ബുക്കറ്റാണ് ഇങ്ങക്കെങ്കിൽ നിങ്ങള് നട്ടം തിരിഞ്ഞ് വരുന്നു. അത്രക്കും പഠിക്കാനുണ്ട് അല്ലേ ഗൈസ്? നമ്മുടെ ഒക്കെ പ്രായമുള്ള സമയത്തുള്ള ബുക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊക്കെ എന്താക്കൂ ആ ബുക്കൊക്കെ ആണെങ്കില്. അമ്മോ, തഗ് കുട്ടൻ തഗ് അടിക്കുന്നുണ്ട്. തഗ് പിന്നെ കുട്ടികൾ പഠിക്കണ നോക്കണ്ടേ? പഠിക്കണ നോക്കാനല്ലേ മാതാപിതാക്കൾ ഇരിക്കുന്നത്. ബാപ്പ എന്തായാലും ഇവിടെ ഇല്ല. മമ്മെങ്കിലും നോക്കി കുത്തിരിക്കും. ബാപ്പ എന്തായാലും വന്നിട്ട് കാര്യമില്ല, നോക്കുന്നില്ല. അത് വേറെ വിഷയം. ഞാൻ ഇപ്പൊ ബാപ്പ ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ, എന്തേ പരീക്ഷ ഒന്നും ഇല്ലല്ലോ പിന്നെന്താ പഠിപ്പിക്കണേന്ന്. ഞാൻ പറഞ്ഞു പരീക്ഷ ഉള്ള ദിവസേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്താ ഇതിനോടൊക്കെ പറയാ? എനിക്കിഷ്ടം ബാപ്പന്. പക്ഷേ ആരെങ്കിലും ബാപ്പന് ഇഷ്ടാണെന്ന് ചോദിച്ച മാതിരിയാണ് ഇപ്പൊ ഉത്തരം പറഞ്ഞത്. എനിക്കിഷ്ടം പക്ഷെ ബാപ്പന്. അതിന്റെ ഇടയ്ക്ക് തലയും നല്ലോണം കുത്തിന്ന് ചൊറിയുന്നുണ്ടല്ലോ. പിന്നെ ചൊറിയാൻ വെച്ചതല്ലേ, കുളിക്കാൻ വെച്ചതല്ലേ, എന്തെല്ലാം ചോദിക്കാനറിയാം. രാത്രി ഉറങ്ങുമ്പോൾ അങ്ങനെ നല്ല പെയിന് വന്നു. എന്നിട്ടാ ഞാൻ ചെറിയ എന്താളാണിത്? എന്റെ തലയിൽ ആരെ പേനാ കൂടുന്നേ? പറയ്, എന്റെ തലയിൽ ആരെ പേനാ കൂടുന്നേ? എന്നിട്ടാണ് ഇപ്പൊ ഞാന് എന്റെ തലയില് പേൻ വളർത്തിയ ആളിതാ ഈ കുത്തിരിക്കുന്ന ഈ സാധനം. ഇത് എന്നിട്ട് നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടാണ് ഓരോന്ന് വരിക്കുക അതൊക്കെ ചെയ്യാ. അല്ലേ കുഞ്ഞാ? അല്ലേ? അപ്പൊ എന്നാ ഞാൻ വീഡിയോ ഓഫ് ആക്കട്ടെ. വീഡിയോ ഓഫ് ആക്കുന്നതോ? വീഡിയോ ഓഫ് ആക്കുന്ന പേടിയാണ് പോലും. ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താണ്? ഒരു മിനിറ്റ് മമ്മ അത് നോക്കട്ടെ എന്തൊക്കെ വരയ്ക്കണെന്ന്. ഇതെങ്ങനെ സാർ? ഇതാണ് വാട്ടർ കളർ എന്ന് പറയുന്നത്. ഇതെന്താ സാധനം? ഈ പറഞ്ഞല്ലേ വാട്ടർ കളർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് വാങ്ങിപ്പിച്ചല്ലേ? ഇല്ല വാവ, എനിക്ക് ബുദ്ധിയൊന്നുമില്ല. നമ്മളെ ബുദ്ധിയില്ലാത്ത ശരിക്കും ഞാൻ പറയാ ബുദ്ധിയില്ല. ശരി, മറന്നുപോയി. ഓയിൽ പാസ്റ്റൽസ്. ഓയിൽ പാസ്റ്റൽസോ? എന്താണത്? നോക്കട്ടെ അതിന്റെ മൂടി. 25 ഷെയ്ഡ്. ഓയിൽ പാസ്റ്റൽസ്. ഇതിപ്പോ സാറ് പറഞ്ഞതാ എന്നോട്? എന്താ കാണിച്ചു തരാം. ഇത് ഞാൻ അന്ന് യജുമാട്ടിന്ന് വാങ്ങിയല്ലേ നമ്മള്. ഇത് വെഞ്ഞാന്ന് പോയിട്ട് വാങ്ങിച്ചു. ഡൈക്കസ്മാർട്ട് എന്തിനു പോണേ? ഇതിനെയും കൊണ്ട് ഞാൻ ഡൈക്കസ്മാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വട്ടാവും. വരുന്നില്ല. പുറത്തേക്കാ പൈസ എനിക്കില്ലല്ലോ. പൈസ അതുകൊണ്ട് ഞാൻ അമ്മന്റെ അടുത്ത് ചോദിക്കും പൈസ. കൃത്യസമയം ചോദിച്ചോണ്ട് പൈസ എടുത്തല്ലോ.
ഓ ആയിക്കോട്ടെ. ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണ്ടേ? എങ്ങനെ? ഞാൻ കൈ നീട്ടാനാ? വല്ലതും തരണേ എന്ന് വെച്ചിട്ട് ആദ്യം ഈയനെ വല്ലതും കൊണ്ടാ വല്ലതും കൊണ്ടടി. എന്ത് പൈസ? അല്ല, എന്താണ് ഈ എടുക്കാൻ പോകുന്നേ? എന്താന്നൊന്ന് പറയുവല്ലേ? എന്താ ഇതിന്റെ പരിപാടി? അടുക്കില്ല കഴിഞ്ഞിട്ട്. കുഞ്ഞതിനോണ്ട് ഒരു ഉറുപ്പിന് സിപ്പപ്പ് ഇട്ടടി. എനിക്ക് വേണ്ട, ഇത് കാണുന്നില്ലല്ലോ ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ അത്? എനിക്ക് കൈ നീട്ടിയപ്പോ ഓള തന്ന 1 രൂപ. ഇവളെ ഞാൻ എന്ത് പറയണം? നിങ്ങൾ പറയൂ. എന്റെ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ പോവാണ്. ഈയനെ പിടിച്ച എന്റെ പൈസ. അപ്പൊ ടാറ്റ പറഞ്ഞോളെ. നമ്മള് ഹോംവർക്ക് ചെയ്യാൻ പോവാണെന്ന് പറയും. അല്ല, സ്റ്റെപ്പ് നല്ലോണം കാണിച്ചു കൊടുത്തില്ല. ഒന്ന് ഫസ്റ്റ് മുതലേ കാണിച്ചോ. 1 മിനിറ്റ് 0.5 ആക്കിക്കാളട്ടെ. സ്റ്റഡി ഗോ. ബൈ. ആ മുടിയൊന്ന് കെട്ടണ്ടേ? എന്താ മുടിയാട്ടം കളിക്കുന്നോ? അപ്പൊ ഗൈസ്, ഞാൻ ഓളെ കുത്തിരുന്ന് പഠിപ്പിക്കട്ടെ. ഈ പഠിപ്പിക്കണ ഇങ്ങനെ മാത്സ്. ഇതെന്താ വരിച്ചതിന്റെ മേലെ വരയ്ക്കുന്നെങ്കിൽ? മരിച്ചതല്ല, വരിച്ചതിന്റെ മേലെ എന്താ വരയ്ക്കണേ? അത് 2 സെന്റിമീറ്റർ അതിലെടുത്തിട്ട് വരയ്ക്കണ്ടല്ലോ പൊട്ടിക്കാളി. 2 സെന്റിമീറ്റർ സ്കെയിലിൽ ഇവിടെ 2 സെന്റിമീറ്റർ സ്കെയിലിന്റെ മേലെ അളവില്ലേ? അൽഹംദുലില്ലാഹ്. എടി പൊട്ടിക്കാളി, 2 സെന്റിമീറ്റർ തന്നെ. ഇതൊരു സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. ആ സ്കെയിലിന്റെ അളവ് എടുത്തിട്ട് ഇന്നോട് എന്നിട്ട് ചോദിക്കോളൂ, മമ്മക്ക് എന്താ ബുദ്ധി ഇല്ലേ? ആയിരിക്കപ്പൊ ബുദ്ധി ഇല്ലാത്ത? ഒരു മിനിറ്റ്. ഒന്നും മിണ്ടടില്ല. കറക്റ്റ് അളവ് ഈ ഇങ്ങോട്ടുണ്ടോ സ്കെയിൽ? പറയ്. അത് ഈ ബുക്ക് ഇതിന്മേൽ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ സെന്റിമീറ്റർ അളക്കല്? ഒരു മിനിറ്റ്, ഇന്റെ പൊട്ടത്തി. ഇതാ ഇതില് കാണുന്ന ഈ 1 ഇതൊരു സെന്റിമീറ്റർ. ഇവിടെ 2 കാണുന്നത് 2 സെന്റിമീറ്റർ. അത് ഈ പെയിന്റ് മേലെ എന്തിനാ അളക്കുന്നേ? ഈ സെന്റിമീറ്റർ, ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തില് എത്ര സെന്റിമീറ്റർ ആണ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് 50 കണ്ടുപിടിച്ചു. സോറി, എനിക്ക് തെറ്റുപറ്റി. നിങ്ങൾ അങ്ങനാണ് ഉദ്ദേശിച്ചത്, എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇതിന്റെ അളവ് ഇതിനും എടുത്തത്. സോറി ഗൈസ്, ഞാനാണ് തെറ്റുകാരി. ഞാൻ മാത്രമാണ് തെറ്റുകാരി. ഹലോ അപ്പളെ ഇത് ഇവിടെ നിർത്തുന്നല്ലേ? അല്ലെങ്കിൽ എന്റെ ഈ നിൽക്കുന്ന ആളെടുത്തത് ചിലപ്പോ ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ഈ ചെയ്യൂല, അതിന്റെ മുത്തുമണിയാണ്. അപ്പൊ നമ്മള് പഠിക്കുകയാണ് അല്ലെ കുഞ്ഞാ? ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് കാണാം, അതല്ല നല്ലത്? ഹലോ, ഒന്ന് പറഞ്ഞാളി വലെ. പഠിക്കുന്ന തിരക്കിലാണ്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അങ്ങനെ ചെയ്തു കുത്തിരിക്കുന്നത്. ഞങ്ങള് ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ, ഇതൊന്നല്ല, ഇതിനും അപ്പുറം നടക്കില്ല പുത്തുമണിയെ. എന്തായാലും പൊന്നും കൂടോ,
പൊന്നും കൂടോ ഒരു ടാറ്റ പറഞ്ഞാള്, പഠിക്കട്ടെ എന്ന് പറഞ്ഞാള്. ഞാൻ പഠിക്കട്ടെ. ഓക്കേ, പഠിച്ചിട്ട് കാണാം കേട്ടോ. വരച്ചോ? ഓ, നോക്കട്ടെ, ഇതെന്താ അത്? പാരലോഗ്രാമത്തിലാവുന്ന എന്താണ് പാരലോഗ്രാമന ഇത് വായിക്കാൻ പറ്റില്ല. പാരല്ലേ ലോഗ്രാം. ഇതെല്ലുണ്ടോ അവിടെ? എന്നിട്ട് എന്താ എല്ല് കാണാത്ത? പിന്നെന്താ പാരല്ലേ ലോഗ്രാം. ഇത് എന്താണ് പൊന്നത്? സി മാതിരി ഇവിടെ എല്ല് കാണുന്നത്. പാരല്ലേ ലോഗ്രാം. ഓ, പാരല്ലേ ലോഗ്രാം അങ്ങനെ തന്നെയാണോ പറയുന്നത്? പാരലോഗ്രാം. പാരല്ലേ ലോഗ്രാം. പാരല്ലേ ലോഗ്രാം. പാരല്ലേ ലോഗ്രാം പറയ്. പാരലോഗ്രാം. പാരല്ലേ അങ്ങനെ പറഞ്ഞപ്പോ പാരലേലോഗ്രാം. പാരലേലോഗ്രാം. പാരലോഗ്രാം. ഓക്കെ, കറക്റ്റ്. ഇനി ഏതാ? ട്രപ്പീസിയം. ഇതിന് ഈ ഒരു വരലിന് പറയുന്ന പേരാണ് പാരലേലോഗ്രാം എന്ന്. എന്താന്നറിയോ ഇതിന് ഇങ്ങനെ പേരിടാനുള്ള കാരണം? അല്ല, ഇതില്ലേ കണ്ടില്ലേ, ഇത് ഇപ്പൊ കാണിച്ചു കൊടുക്ക്. ഇതാണ് ട്രയാങ്കിൾ. ടീച്ചർ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് ട്രയാങ്കിൾ എനിക്കറിയാം. ട്രയാങ്കിൾ കാണിച്ചു കൊടുക്ക്. ഗൈസ്, ഇത് ട്രയാങ്കിൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. റെക്ടാങ്കിൾ ആണ് ഇത്. അതെ, സോറി, ഇത് ട്രയാങ്കിൾ, ഇത് റെക്ടാങ്കിൾ. ഞാൻ എനിക്ക് കൺഫ്യൂഷൻ ആക്കി തരണോ? അല്ല, ഇത് റെക്ടാങ്കിൾ. ഇത് റെക്ടാങ്കിൾ. ഇത് റെക്ടാങ്കിൾ. ഇത് റെക്ടാങ്കിള്. ഇത് റെക്ടാങ്കിൾ ആണ്. അപ്പോ ഇത് കണ്ടില്ല പാരലോഗ്രാം. അത് അങ്ങോട്ട് ചെരിയുമ്പോ അത് പാരലോഗ്രാം ആയിട്ട് വരും. ഈ റെക്ടാങ്കിൾ ഒന്ന് ചെരിക്കുമ്പോ പാരലോഗ്രാം. ചെരിച്ചതല്ല, ലൈനൊക്കെ സ്ട്രൈറ്റാ. ഈ ലൈൻ സ്ട്രൈറ്റ് അല്ല, ഒരേ സെന്റിമീറ്റർ, ഒരേ അളവ്. അപ്പൊ മമ്മനോടല്ല പറയുന്നത്. അല്ല, മമ്മനോട് പറയുമ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ മതി. ഇതിപ്പോ വളഞ്ഞെടുക്കല്ലേ? ഇതിന്റെ 4 സൈഡും ഒരേ സെന്റിമീറ്റർ, അതായത് മേലും താഴെ ഒരേ സെന്റിമീറ്ററും 2 സൈഡും ഒരേ സെന്റിമീറ്റർ, അതായത് റെക്ടാങ്കിളിന്റെ സെയിം സെന്റിമീറ്റർ എന്നാണ് വരുന്നത്. പക്ഷെ ഈ 2 ലൈൻ ഒഴികെ ഈ സാധനം കണ്ടോ? അതിനൊന്ന് ചെരിവ് വരുമ്പോ അതിന് പാരലേലോഗ്രാം എന്ന് പറയും. പാരലേലോഗ്രാം. 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 നമുക്ക് ഇത് ചെയ്താം. ഇതെന്താ ഈ സാധനത്തിന്റെ പേരെന്താ? ഇതോ പറഞ്ഞില്ല. ക്യൂബ്. റെക്ടാങ്കുലർ ക്യൂബ്. റെക്ടാങ്കുലർ ക്യൂബ്. ഓക്കെ, ഇനി അത് വരയ്ക്കുകയാണ്. വേറെ ഏതോ ഒന്നുണ്ടല്ലോ, ട്രപ്പീസിയോ. ട്രപ്പീസിയം. അതോടെ ട്രപ്പീസിയം ഇതിന് ട്രപ്പീസിയം എന്ന് പേരാ വരാൻ കാരണം എന്താ? ഇത് നമ്മള് വരയ്ക്കുമ്പോ ട്രയാങ്കിൾ വരയ്ക്കുമ്പോ ഇത് ഇങ്ങനല്ല വരാ. ട്രയാങ്കിൾ വരയ്ക്കുമ്പോ കൂർപ്പ് വരൂല മുകളില്. ആ കൂർപ്പ് മായിച്ചിട്ട് അവിടെ പരന്ന് കിടക്കും. ആ കൂർപ്പിന്റെ അവിടെ ഇങ്ങനെ പരുപ്പ് വരും. ട്രപ്പീസിയം. അതിന് ട്രപ്പീസിയം. ട്രപ്പീസിയം എത്തിട്ടല്ലേ അനക്ക് എന്തോ മാർക്ക് എന്തോ വന്നെന്ന് പറഞ്ഞേ? അതന്നെ. അതെന്താ വെച്ചാല് ഞാൻ ഒരു കുട്ടി ഇറങ്ങി വേറെ കുട്ടി പോയിക്കോട്ടെ. വേറെ കുട്ടി പോയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നത്. ആ കുട്ടി വേണ്ട, ഈ പോണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോയിക്കോളാന്ന്. എന്നിട്ട് ഞാൻ 14 മാർക്കാക്കി കൊടുത്ത്. അതെങ്ങനെ? ഞാൻ ഉത്തരം ശരിയാക്കി പറഞ്ഞു കൊടുത്ത്. മറ്റേ കുട്ടി പോയാലും ചിലപ്പോ അതേമാതിരി 14 മാർക്ക് കിട്ടാണെങ്കിലോ? മറ്റേ കുട്ടി പോയാലും അതേമാതിരി മാർക്ക് കിട്ടാണെങ്കിലോ? മറ്റേ കുട്ടി പോവൂല. ഞാൻ പോവരുത്, മറ്റേ കുട്ടിയും പോവില്ല. ഓള് പറയുന്ന കുട്ടി പോകും. അത് എവിടുത്തെ പരിപാടി? അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കരുത്. അത് നമുക്ക് കോൺഫിഡന്റ് ഉണ്ട്, നമ്മൾ പോയി. അതിപ്പോ ഒരു കുട്ടി പറഞ്ഞിട്ട് എന്റെ കുട്ടി പോവാതിരിക്കാൻ ഇതാക്കാൻ മോളല്ലേ, സ്ട്രോങ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയി എന്നിട്ട് ഞാൻ പോയി. അതേത് കുട്ടി ഈ പോണ്ടാന്ന് പറയുന്നത്? അങ്ങനെ പോണ്ടാന്ന് പറയുകയാണെങ്കിൽ മിസ്സിനോട് കാര്യം പറയണം കേട്ടോ. മിസ് എങ്ങനെ കുട്ടി പോവാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ ഒന്നും ഇതാക്കാൻ പറ്റും. നമ്മള് എല്ലാരും ഈക്വൽ ആയിരിക്കണം അവിടെ. കുഞ്ഞ് എന്തുകൊണ്ട് കളിക്കുന്നേ കേട്ടോ? എല്ലാരും ഈക്വൽ ആയിരിക്കണം. ഒരാളെ ഭരിക്കാനോ ഒരാളെ കുഞ്ഞിനെ ഒരാളെ ഭരിക്കാനോ അങ്ങനെ അതെടുത്ത് വെക്ക്. ഇത് ഹോംവർക്ക് ചെയ്യാനുള്ളതാ.
ആ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മൾ കുട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാതെ മിസ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ മമ്മന്റെ അടുത്തോ വന്ന് പറയാം. ഓക്കെ, വേറെ അങ്ങനെ എന്തെങ്കിലും പോണ്ടാന്ന് അങ്ങനെ ഞാൻ കുട്ടി പറയലുണ്ട് എപ്പോഴെങ്കിലും? അന്ന് മാത്രം. പിന്നെ ഈ പോയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ പോയിട്ട് ജയിച്ചാ പിന്നെ ഒക്കെ എന്താ പറയാൻ പറ്റോ? എന്റെ ഫ്രണ്ടാ ഈ പോണേന്ന് ഇഷ്ടക്കേടായത് കൊണ്ടാണോ? ചില ക്ലാസ്സിൽ ചില കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കി അപ്പൊ അമ്മ പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. എന്റെ ആ ഗേൾസിന്റെ ഒന്നും കിട്ടിയില്ല, ബോയ്സിന്റെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ABC ഇങ്ങനെ വെറുതെ എണ്ണി കുത്തിരിഞ്ഞപ്പോ യു പറയാണ്ടേനു. പറയേ യു 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 മനസ്സിലായില്ലേ? യു ഓക്കെ യു മാത്രമേ ഉള്ളൂ പറയാൻ ബാക്കിയുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, വെറുതെ ഞാൻ വിചാരിച്ച് ചിലപ്പോ കിട്ടൂലെന്ന്. ഞാൻ വെറുതെ യു പറഞ്ഞു. അപ്പൊ യു കറക്റ്റ് പറഞ്ഞിട്ട് എനിക്ക് 16 മാർക്ക് കിട്ടും. ഇതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു അത്? നമ്മളെ രമേശ് പിഷാരടിന്റെ കൂടെയുള്ള ഓന്റെ പേരെന്തേനു? ഞാൻ ഇവരെ പറയും. അതിൽ നിന്നിട്ട് ഓന് അറിയാതെ യെസ് കറക്റ്റ് എന്ന് പറയുന്നമായിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ഓന് വെറുതെ അറിയാതെ വായന്നിങ്ങനെ വീഴതാ, പക്ഷെ അതൊക്കെയാണ് ആൻസർ എന്നുള്ളതിൽ. അതുപോലാണെങ്കിൽ പറയാതെ യു എന്ന് പറഞ്ഞപ്പോ യെസ് കറക്റ്റ് എന്ന് മാഷ് പറഞ്ഞ മാതിരി ആയിപ്പോയല്ലോ. മതി മതി, ഇനി വർത്താനം എവിടെ ചെയ്താൽ മതി? റഫ് നോട്ടിലല്ലാതെ എവിടെ ചെയ്താൽ മതി? നോട്ട് ക്ലീൻ ആയിട്ട്. എന്താ സംഭവം നോക്കട്ടെ ഗൈസ്. 50 ഇത് പ്ലസ് ആണ്. പ്ലസ് അതിന്റെ ഇടയ്ക്ക് ഒരു പ്ലസും കൂടിയും. അങ്ങനെ 50 എന്താണ് എന്റെ മുത്തേ? 50 പ്ലസ് പഠിക്കാനുണ്ട്. 50 പ്ലസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരിയെങ്കിലും TV കാണണം. 5 10:30 കളി തുടങ്ങും. 10 മണിയെ കളി കണ്ടിട്ടേ എനിക്ക് കാണണം. നമുക്ക് ഇഷ്ടമല്ലേ? എന്റെ മൂത്തത് അർജന്റീന ആണ്, അപ്പൊ എനിക്ക് കാണണം. എനിക്ക് ബ്രസീലാ വിചാരിച്ചിട്ട്. എന്തായാലും 50 പ്ലസ് 5 എത്ര? 50 പ്ലസ് 5 55. 55. പക്ഷെ ഞാൻ എഴുതിയത് 509. 50 പ്ലസ് 5 55, അങ്ങനെ 509 വരാ. അപ്പൊ എന്താ മാറ്റേണ്ടത് ഇപ്പൊ ഞാന്? ഞാൻ എന്താ തെറ്റ് പോയത്? ഈ തെറ്റ് ചെയ്ത് പോയതോ? ഈ 0.9 തെറ്റന്നല്ലേ? 50 പ്ലസ് 5 55. അപ്പൊ ഇത് കണ്ടുപിടിക്ക്. ഇതൊരു കുഴപ്പമുണ്ട്, ഇതിലെടുത്ത് ഇതുണ്ട് കുഴപ്പം. എന്താ കണ്ടുപിടിക്ക്? എനിക്കറിയില്ല. തോച്ചോ കുപ്പിയിലിടെ ഇതിലേക്കിടെ കിട്ടിയില്ലേ? എന്നിട്ട് നമ്മള് ഇവിടെ ഒരു പ്ലസ് എഴുതിയാ പോരെ? ആ പ്ലസ് ഇല്ല, നമുക്ക് 4 ആക്കിക്കൂടെ? അങ്ങനെ ഇപ്പൊ ആർക്കാ ബുദ്ധി? ജയിച്ച വകയിലുള്ള ഡാൻസ് ആണ്. എന്താ ഇപ്പൊ സംഭവം എന്നറിയോ? ഇതാ ഈ ഒരു സാധനം 50, 50ന്റെ പ്ലസിന്റെ അവിടെ 4 വെച്ചു. അപ്പൊ അതെങ്ങനാ കുഞ്ഞാ? അപ്പൊ ഇനി എവിടെ എങ്ങനെ പ്ലസ്, പിന്നെ എങ്ങനെ 509 വരെ? പൊട്ടത്തി. ഞാൻ പറഞ്ഞതാ അവിടെ നിന്നിട്ടൊരു പ്ലസ് ഇട്ടാ പോരാ. നീ മതി, നീ എന്റെ കുട്ടിമോള് പഠിച്ചോ. ഇതെന്താ ഇതെന്തിനാ ഇവിടെ വെച്ചിരുന്നത്? ഇവിടെ വീണ് പോണ അതുകൊണ്ടാ. എന്നാ പിന്നെ അത് മമ്മന്റെ റൂമിൽ തന്നെ വെച്ചാ പോരെ? ഇതിന്റെ കുട്ടന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോ. ഈ മോന്തരങ്ങൾ നോക്കൂ, ഈ മോന്തരം നോക്കൂ. നിങ്ങൾക്ക് എവിടെ മാച്ച് കാണുന്നുണ്ടോ? ഇത് കുറുക്കനും മറ്റേത് നല്ല ക്യൂട്ട് മോളും. മമ്മന്റെ വട്ടത്തെ ഫോട്ടോ എന്താ? പണ്ട് എല്ലാരും ഭയങ്കര ഭംഗിയാ കാണാം. മമ്മ ഭയങ്കര ഫോർട്ടിബിൾ. ഇതിങ്ങനെ ഫോണും പിടിച്ച് കുത്തിയിരുന്ന് കഴിഞ്ഞാലോ ഇനിയിപ്പൊ പഠിപ്പ് പോണം. ഇത് മാത്സ് കഴിഞ്ഞോ? മുടി അതാ കോമഡി.
ആ മാത്സ് ചെയ്തിട്ട് മമ്മി ഇങ്ങനെ ട്രപ്യൂസിയമോ അതൊക്കെ ചോദിച്ചിട്ടേ ചോദിച്ചത് മാത്സ് ഇത് ശരിക്കും കഴിയാനായോ വാവ? ഓ ഇപ്പൊ കഴിയും. ഇപ്പൊ കഴിയും. ഇനി കുറച്ചു നേരം നമ്മൾ മൊബൈൽ ഓഫ് ആക്കാം അല്ലേ? മാത്സ് കഴിഞ്ഞ് എന്താ വാവ പഠിക്കാൻ പോകുന്നേ? നോക്കട്ടെ, ഹോംവർക്ക് ഉള്ളത് നോക്കട്ടെ. അല്ല ഇനി എന്താ ശരിക്കും ഹോംവർക്ക് ഉള്ളത് എനിക്ക്? കൊറേ എന്തായാലും ഓളെ ഹോംവർക്ക് ഇതിപ്പോ മാക്സിമം തന്നെ നമ്മളിപ്പോ വീഡിയോ എടുത്ത് വെറും മാക്സിമം തന്നെ കുത്തിരിക്കുന്നുണ്ട്. തുറന്ന് കുറെ ഹോംവർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്തോട്ടെ കേട്ടോ. അപ്പൊ ടാറ്റാ.